നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ സംസാരിക്കാൻ പോകുന്നത് ബാക്ക് പാക്കർ അരുണിമ. അതായത് ഇങ്ങനെ ഓരോ കൈയും കാണിച്ച് ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോയി നമ്മൾ പോലും കാണാത്ത ദൂരം നമ്മളെന്ന് വെച്ചാൽ ഞാനൊന്നും കേരളം വിട്ട് പുറത്തു പോയിട്ടില്ല. എന്തോരം സ്ഥലങ്ങൾ കാണുന്നു, ആ വീഡിയോസൊക്കെ നമ്മളെ കാണിച്ചു തരുന്നു. ഭയങ്കരമായിട്ട് അഭിമാനം തോന്നിയേക്കണ ഒരു പെൺകൊച്ച് അരുണിമ. കുറച്ചായിട്ട് ഇത് കാണിക്കുന്ന ഓരോ കാര്യങ്ങൾ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം പുള്ളിക്കാരി അമേരിക്കയിൽ പോയി. അവിടെ ഒരു പാപ്പൻ. അവിടെയൊക്കെ ഒരു റൂം എടുത്ത് താമസിക്കാനായിട്ട് എത്രയോ ഡോളർ കൊടുക്കണം. ആള് സ്നേഹത്തോടു കൂടി വീട്ടിലേക്ക് വിളിച്ചു. ആളുടെ വീട്ടിൽ മക്കളും കൊച്ചുമക്കളും, ആള് തന്നെ ആളുടെ മക്കളുടെയും കൊച്ചുമക്കളുടെയും ചെലവിനാണ് ജീവിക്കുന്നത്. അവിടേക്ക് ഈ ഒട്ടകത്തിന് സ്ഥലം കൊടുക്കുന്ന പോലെ ഇതിനെയും കയറ്റിക്കിടത്തി എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായി. രാത്രി അവിടെ നിന്ന് അത് ഇറങ്ങിപ്പോയി. എന്നിട്ട് ഇവരാണ് ഇറക്കി വിട്ടേന്ന് പറഞ്ഞു. അവര് ചെയ്തത് വലിയ കാര്യം. അതിന് ആ ഫാമിലിനെ കുറ്റം പറഞ്ഞ് അവരൊരുവിധാക്കി കൊടുത്തു. ഇനി അവര് ജന്മം ചെയ്ത ഒരാളെ അവരുടെ വീട്ടിലോട്ട് കയറ്റൂല. ഈ പാപ്പൻ അതിലും വലുത്. പാപ്പൻ ഫേസ്ബുക്കിൽ ഇവള് ഹാഫ് നേക്കഡ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഹാഫ് നേക്കഡ് ആയാലും ഫുൾ നേക്കഡ് ആയാലും ഇതെല്ലാം കണ്ടിട്ടല്ലേ പാപ്പൻ വീട്ടിലോട്ട് വിളിച്ചു കയറ്റിയത്. പിന്നെ മക്കളും കൊച്ചുമക്കൾക്കും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവൂല. കാരണം പാപ്പന് തന്നെ മക്കളുടെയും കൊച്ചുമക്കളുടെയും ചെലവിന് ജീവിക്കുന്ന ഒരു പാപ്പൻ ഈ അരുണിമയുടെ വീഡിയോസ് എല്ലാം കണ്ടിട്ടാണല്ലോ പാപ്പൻ വിളിച്ചു കയറ്റിയത്. എന്താണ് അവിടെ ഉണ്ടായ പ്രശ്നം എന്നുള്ളത് അരുണിമ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അരുണിമയുടെ വീഡിയോ കണ്ടപ്പോ ഞാൻ ഓർത്ത് ആ കൊച്ചിന്റെ ഭാഗത്താണ് ശരിയെന്ന് വിചാരിച്ചു. പാപ്പനടുത്ത വീഡിയോ ഇറക്കിയിട്ടുണ്ട്. അത് കാണുമ്പോ തന്നെ അറിയാം വെറുതെ ഷോ ഓഫ് കാണിക്കണതാണ്. ഇത് കണ്ടിട്ട് എല്ലാവരും കൂടി എനിക്ക് തോന്നണ വരുമാനം കുറഞ്ഞു കഴിയുമ്പോൾ ഇതേപോലെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് അപ്പൊ തന്നെ ലൈവ് ഓൺ ചെയ്താൽ പോരെ, എല്ലാവർക്കും കാണാലോ. എന്തുകൊണ്ടാണ് ഈ കൊച്ചു ലൈവ് ചെയ്യാത്ത? എന്തെങ്കിലും അപകടം പറ്റി ഈ പെൺകൊച്ചിന്റെ മിക്കതിനും ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നു, അത് ഇത് പെപ്പർ സ്പ്രേ അത് ഇത് എന്തും കഴിഞ്ഞൊരു 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ പെൺകൊച്ച് വന്നത്. അന്ന് ഈ സമയത്ത് ഇതിന് നേരത്തെ തന്നെ ലൈവ് ഇടാൻ പാടില്ലേ? ലൈവ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ എന്താ നടക്കണേന്നുള്ളത് ഈ അരുണിമയെ സ്നേഹിക്കുന്ന യൂട്യൂബ് കാണുന്ന ഇൻസ്റ്റാഗ്രാം കാണുന്ന ആൾക്കാർക്ക് ലൈവായിട്ട് കാണാലോ. അതൊന്നും ചെയ്യൂല. പിന്നെ ഈ പാപ്പൻ അങ്ങനെ ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണ്. എന്തിനാണ് ഇതിനൊക്കെ വിളിച്ച് വീട്ടിൽ കയറ്റിയത്? അപ്പൊ ചിലപ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇപ്പൊ എന്തായാലും പാപ്പന്റെ കാര്യത്തിൽ തീരുമാനമായി. മക്കളും കൊച്ചുമക്കളൊക്കെ കൂടി അങ്ങനെ എടുത്തിട്ട് ഇടിച്ചിട്ടുണ്ടാവും മിക്കവാറും. ഇപ്പൊ ഫേസ്ബുക്കിൽ അനങ്ങാതെ കിടന്നിരുന്ന അങ്ങേരെ അക്കൗണ്ട് നല്ല റീച്ച് ആയിട്ടുണ്ട്. അതുകൊണ്ട് പാപ്പന് തെറ്റില്ലാത്തൊരു വരുമാനം ഉണ്ടാവും എന്ന് വിചാരിക്കാം. പാപ്പന്റെ വീഡിയോസും പാപ്പന്റെ പോസ്റ്റും എല്ലാം തന്നെ ഇഷ്ടംപോലെ ഷെയർ പോകുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ അരുണിമ തെറി വിളിച്ച് പോയാലും പാപ്പന് കഞ്ഞി കുടിക്കാനുള്ള ഭാഗം എന്തായാലും ഫേസ്ബുക്കുകാർ കൊടുക്കുമെന്ന് വിചാരിക്കാം. നിങ്ങൾ എന്തായാലും വീഡിയോസ് ഒന്ന് പോയി കാണും. ഈ അരുണിമയുടെ വീഡിയോ കണ്ടിട്ട് എനിക്ക് തോന്നിയത് വെറുതെ പട്ടി ഷോ. അതല്ലാതെ ഇപ്പൊ അതിക്കുള്ള ഒന്നും പറയാനില്ല. നിങ്ങളൊന്ന് പോയി കണ്ടിട്ടൊന്ന് അഭിപ്രായം പറ.